maturity doesn't comes with age. You worried about it. It's your responsibility. You gave me this apartment and I gave check to you. എനിക്ക് ഇപ്പം എൻ്റെ പൈസ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ബഹള. ടീച്ചർ ആദ്യമാകേണ്ടത് ഒരു അമ്മയോ അച്ഛനോ ഒക്കെ ആകണം. സ്ട്രീറ്റിൽ പോലും വിൽക്കുമ്പോൾ പറയില്ല, അത് മേടിക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു. ഞാൻ ആകെ ഡിസപ്പോയിൻറ്റഡ് ആയി. ഇനി നിങ്ങൾ ആരെങ്കിലും കൊണ്ട് ഈ ഹൗസ് വിസിറ്റിന് ഇവിടെ വന്നാൽ, റൂം വിസിറ്റിന്, ഞാൻ പബ്ലിക്കായിട്ട് അവരോട് പറയും, യു ആർ ഫ്രോഡ്. Forgiveness comes with another element called forgiveness. Forgive-ഉം forget-ഉം കൂടെ ചെയ്യണം. നമ്മൾ ആർക്കാ forgive ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മളെ forgive ചെയ്യണം. Forgiveness ഒരു ഹീലിംഗ് ആണ്. ആർക്കും ഞാൻ എൻ്റെ മനസ്സിൽ വെക്കില്ല. അപ്പോഴേ ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ forgive ചെയ്യും. നമ്മളുടെ ഒരാളുടെ പർപ്പസ് ഈ ഭൂമിയിലും ഇനി വരാൻ പോകുന്ന ഒരു ലോകത്തും നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകണമെങ്കിൽ ഒരു സീക്രട്ട്. പക്ഷേ ഇപ്പോഴും പലരുടെയും ലൈഫിൻ്റെ പർപ്പസ് തന്നെ ലൈഫിൻ്റെ പർപ്പസ് കണ്ടുപിടിക്കൽ, ലൈഫിൻ്റെ പർപ്പസ് ആക്കി വെച്ചിരിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. അതേപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യമാണ് ഫോർഗിവ്നെസ് എന്ന് പറയുന്നത്. ഇപ്പോൾ തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരും ഇല്ല എന്ന് പറയണം. മനുഷ്യന്മാരായാൽ തെറ്റ് ചെയ്തു പോവും, അറിഞ്ഞോ അറിയാതെയോ. പക്ഷേ ഈ തെറ്റിനെ ഇന്നത്തെ കാലത്ത് ഓഡിറ്റ് ചെയ്യപ്പെടുന്ന രീതി വലിയ രീതിയിൽ വിമർശിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. റീസെൻ്റ്ലി വന്ന ആ ഒരു കുട്ടിയുടെയും ടീച്ചറിൻ്റെയും ഒരു ഇൻസിഡൻറ്റ്. ഈ ഫോർഗിവ്നെസ് എന്ന് പറയുന്നതിനെ മനസ്സിലാക്കുന്നതിൽ നമുക്ക് കുറേ ആൾക്കാർ ചിന്തിക്കുന്ന രീതിയിൽ തന്നെ മാറ്റങ്ങൾ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് അത്തരം വീഡിയോസ്, ഇപ്പോൾ ആ ഒരു കുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള കമൻറ്റ്സ് വരുമ്പോൾ തന്നെ പിന്നെ ആ കുട്ടി അങ്ങ് ബ്രാൻഡ് ചെയ്തിരിക്കുകയാണ്. എന്നെ ഒരു തിരിച്ചു പോക്കില്ല, ആ കുട്ടി തീർന്നു, അങ്ങനെയാണ്, ഇങ്ങനെയുള്ളവരെന്നെ വേണ്ട, എടുത്ത് 2 അടി കൊടുക്കും, അല്ലെങ്കിൽ എന്തൊക്കെ ആ രീതിയിലുള്ള കമൻറ്റ്സാണ് വരുന്നത്. അപ്പോൾ ഈ ഫോർഗിവ്നെസ്സിൻ്റെ ഒരു അതിന് എങ്ങനെ ആളുകൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ശരിക്കും? ആ വിഷയമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് ചർച്ച ചെയ്യുകയാണെങ്കിലേ, ഫോർഗീവ്നെസ് ഒരു മെച്യൂരിറ്റിയാണ്. അപ്പോൾ പലപ്പോഴും അത് മെച്യൂരിറ്റി ഡസൻ കംസ് വിത്ത് ഏജ്. ഏജിൽ ചിലപ്പോൾ മെച്യൂരിറ്റി ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ആ വിഷയത്തിൽ തന്നെ ആ മോൻ ചെയ്ത ഒരു മിസ്റ്റേക്കിനെ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടത്, ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കും, സെലിബ്രേറ്റ് ചെയ്യപ്പെടുകയാണ്. ഞാൻ അതിനുശേഷം ഒരു വീഡിയോ ചെയ്തത് ഒരു മിസ്സസ് തോംസണും ഒരു ടെഡിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട്, ഒരു ടീച്ചർ ആരായിരിക്കണം എന്ന ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം, ഒരു ടീച്ചർ ആദ്യമാകേണ്ടത് ഒരു അമ്മയോ അച്ഛനോ ഒക്കെ ആകണം. എന്നാൽ മാത്രമേ ആ സ്റ്റുഡൻറ്റിനപ്പുറം ആ കുട്ടിയുടെ ജീവിതത്തെ സ്വാധീനിക്കാനും ആ ജീവിതത്തിൻ്റെ പുറകിൽ ഉള്ള അവസ്ഥകളെക്കുറിച്ചൊക്കെ അറിയാനുമൊക്കെ ഉള്ള ഒരു ഇൻക്വിസിറ്റീവ്നെസ് ഒക്കെ ഉണ്ടാവുള്ളൂ. ഒരു പക്ഷേ ആ മോനോട് ആ അധ്യാപകനെ ആ വിഷയം മാത്രം പറഞ്ഞിട്ട് നമുക്ക് ഈ സബ്ജക്റ്റിലേക്ക് വരാം. ഒരു പക്ഷേ ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു, ഞാനായിരുന്നെങ്കിൽ ആ അധ്യാപകനെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ മോനോട് ചോദിക്കുമായിരുന്നു, എന്തിനാണ് മൊബൈൽ കൊണ്ടുവന്നതെന്ന്. പക്ഷേ എന്തിനാണ് കൊണ്ടുവന്നത് എന്ന് ചോദിക്കുന്നതിനപ്പുറം അവൻ എന്തിനായിരിക്കും ആ മൊബൈൽ കൊണ്ടുവന്നത് എന്ന് ഒരു വിശാല അർത്ഥത്തിൽ അതിനെ എനിക്ക് ആദ്യം ചിന്തിക്കണം. എന്തിനായിരിക്കും നമ്മളെ കുട്ടികളൊക്കെ മൊബൈലിലേക്ക് പോകുന്നത്, എന്തിനായിരിക്കും അവർ മൊബൈലിൽ അഡിക്റ്റഡ് ആവുന്നത്, അതിനെന്ത് സാഹചര്യമായിരിക്കും അവർക്ക് വീട്ടിലുണ്ടാകുക, എന്ത് സോഷ്യൽ സാഹചര്യങ്ങളുണ്ടാകും എന്ന വിശാലമായ ഒരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ടായാൽ ഞാനായിരുന്നെങ്കിൽ ഒരിക്കലും ആ ക്യാമൽ ആ ചിത്രം ഷൂട്ട് ചെയ്യാൻ അനുവദിക്കില്ലായിരുന്നു. ഞാനായിരുന്നെങ്കിൽ ഒരിക്കലും അത് ഞാനല്ലാത്തൊരാൾക്കത് കാണാൻ പോലും ഒരവസ്ഥ ഉണ്ടാക്കില്ലായിരുന്നു. അതിൻ്റെ പേരാണ് മെച്യൂരിറ്റി. അപ്പോൾ മെച്യൂരിറ്റിക്ക് ഏജ് ഇല്ല. നൗ കമ്മിങ് ടു ഫോർഗീവ്നെസ്, ഞാനൊരു കഥ പറയാം. എൻ്റെ വീട്ടിൽ എന്നെ ഇപ്പോഴും പലരും വിളിച്ചാൽ പലപ്പോഴും കണക്ട് ചെയ്യാൻ പറ്റില്ല. ചിലർക്ക് വിചാരിക്കും ഞാൻ ട്രാവലിംഗ് ആയിരിക്കും, കാര്യം എന്നെ വിളിക്കുമ്പം റേഞ്ച് ഉണ്ടാവില്ല, സ്വിച്ച്ഡ് ഓഫ് ആയിരിക്കും എന്നൊക്കെ ആയിരിക്കും പറയാം. ഞാൻ ആദ്യമായിട്ട് ഈ അപ്പാർട്ട്മെൻറ്റ് എടുക്കുന്ന സമയത്ത് നമ്മളൊക്കെ ഒരു അപ്പാർട്ട്മെൻറ്റ് നോക്കിയാൽ എന്താ ആദ്യം നോക്കുക, റൂമിൻ്റെ സൈസ്, വാഷ്റൂം, കിച്ചൺ, ബാൽക്കണി, ഇതൊക്കെ നോക്കും. ഞാനും ഇതൊക്കെ തന്നെയാണ് നോക്കിയത്. പൈസ കൊടുത്തു, കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് സാധനമൊക്കെ ആയിട്ട് താമസം മാറാൻ വരുന്ന ദിവസം ആരെയും വിളിക്കാനായിട്ട് ഫോൺ എടുക്കുമ്പോൾ ഇത്തിസലാത്ത് 0 നെറ്റ്വർക്ക്, കുറവല്ല കേട്ടോ, 0. അപ്പോൾ ഞാൻ ഡൂ നമ്പർ എടുത്ത് നോക്കിയപ്പം 0 നെറ്റ്വർക്ക്. അപ്പം ചില സ്ഥലത്ത് ചിലപ്പോൾ ഉണ്ടാവില്ലല്ലോ. ഞാൻ റൂമിൽ പോയില്ല, കിച്ചണിൽ പോയില്ല, വാഷ്റൂമിൽ പോയില്ല, ബാൽക്കണിയിൽ പോയില്ല, 0 നെറ്റ്വർക്ക്. ഞാൻ എൻ്റെ ഏജൻറ്റിനെ വിളിച്ചു, ഡൂഡ് 0 നെറ്റ്വർക്ക്, വാട്ട്, ഒരു ശ്രീലങ്കനാണ്, ഇവിടെ ഒരു ലേഡിയാണ്. ഇവിടെ നെറ്റ്വർക്ക് ഇല്ല, ഞാൻ നിങ്ങളെ വിളിക്കുന്നത് ഗ്രൗണ്ടിൽ വന്നിട്ടാണ്. ആണോ, ഐ ഡിഡ്ന്റ് നോ ദാറ്റ്, ഓക്കെ ലെറ്റ് മീ കം ആൻഡ് ചെക്ക് എന്ന് പറഞ്ഞാൽ അവർ വന്നു. അവർ നോക്കിയപ്പോൾ ഇല്ല.
അപ്പോൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തപ്പോൾ അവർ തിരിച്ചു വന്നിട്ട് പറഞ്ഞു നിങ്ങൾ നെറ്റ്വർക്ക് പ്രൊവൈഡറുടെ കംപ്ലയിൻറ്റ് ചെയ്യാൻ, ഇത് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അല്ല, ഞങ്ങളുടെ മറ്റ് ഫ്ലാറ്റ്സിൽ മറ്റ് റൂമുകളിലുണ്ട്. സോ ഇത് നെറ്റ്വർക്കിൻ്റെ എന്തോ ഇഷ്യൂ ആണ്, യു ഹാവ് ടു ചെക്ക് വിത്ത് നെറ്റ്വർക്ക് പ്രൊവൈഡറിനോട് പറയുമ്പോൾ അവർ പറയുന്നത് ബിൽഡിംഗ് ഓണറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ലാസ്റ്റ് അവർ പറഞ്ഞു TRA പോകാൻ, ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയിലൊക്കെ പോകാൻ. പിന്നീട് ഡിസ്കഷൻ ഒരു പോയിന്റിൽ പോയപ്പോഴത്തേക്ക് എന്നോട് നമ്മുടെ ബിൽഡിംഗ് ഓണേഴ്സ് പറയുന്നത് നിങ്ങൾ മേടിക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു. ഞാൻ പറഞ്ഞേടാ ഇത് നമ്മുടെ നാട്ടിൽ സ്ട്രീറ്റിൽ പോലും വിൽക്കുമ്പോൾ പറയില്ല, നമ്മൾ മേടിക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു. ഞാൻ ആകെ ഡിസപ്പോയിൻറ്റഡ് ആയി, ആകെ പ്രയാസത്തിലായി, അതിനപ്പുറം ഫ്രസ്ട്രേറ്റഡും ആയി. എനിക്ക് ബിൽഡിംഗ് ഓണറിനൊന്നും ചെയ്യാൻ പറ്റില്ല, ഇവിടുത്തെ ഒരു വലിയ പ്രോപ്പർട്ടി ഓണറാണ്. ഏജൻ്റ് ആണല്ലോ ഏജൻ്റ് ആണല്ലോ നമ്മളെ ഈ പറഞ്ഞത് കൺവിൻസ് ചെയ്തത് മേടിപ്പിച്ചു. ഞാൻ പറഞ്ഞു I will not take this. I am going to take this to next level. You know what? ഞാൻ ആരാണെന്ന് അറിയാം, എൻ്റെ സോഷ്യൽ മീഡിയയിലെ പ്രസൻസ് അറിയാം. ഇപ്പം ഞാനൊരു ലൈവ് ഇട്ടാൽ എന്താവും എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ചാടുക. അപ്പോൾ അവരിങ്ങനെ ഞാൻ എന്ത് ചെയ്യാനാ, എനിക്കും അറിയില്ലായിരുന്നു, ഈവൻ ഐ ആം ഓൾസോ വറീഡ്. വറീഡ് ആയപ്പോൾ ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി, യു ഗേവ് മീ ദിസ് അപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഐ ഗേവ് ചെക്ക് ടു യു, എനിക്കിപ്പോൾ എൻ്റെ പൈസ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ബഹള. Day 1. Day 2. Day 1 രാത്രി ഉറങ്ങിയിട്ടില്ല. കാര്യം എനിക്ക് ഫ്രസ്ട്രേഷൻ സഹിക്കാൻ വയ്യ. പൈസ പോയി ചോദിക്കുമ്പോൾ നിങ്ങൾ മറ്റേ ഇവിടെ പോയി നിങ്ങൾ മേടിക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു, ടെലികോം അതോറിറ്റി പറയാ എന്നൊക്കെ പറഞ്ഞിട്ട് ഐ വാസ് ടോട്ടലി ഫ്രസ്ട്രേറ്റഡ്. ഞാൻ രണ്ടാമത്തെ ദിവസം വിളിച്ചു, തെറി വിളിക്കാൻ വേണ്ടി വിളിക്കാം, അങ്ങനെ വിളിച്ച് ഞാൻ അങ്ങനെ അധിക്ഷേപിക്കുക, നിങ്ങളുടെ ഏജൻസിയുടെ പേര് വെച്ചിട്ട് റിവ്യൂ എഴുതും, നിങ്ങൾക്ക് ഇനി ഒരു അപ്പാർട്ട്മെൻറ്റ് ഇവിടെ സെല് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ആരാണെന്ന് അറിയും, ഞാനിങ്ങനെ എൻ്റെ ഗ്രഡ്ജൊക്കെ ഷെയർ ചെയ്യാം. ഞാൻ എന്നിട്ട് അവർക്കൊരു വാർണിംഗ് കൊടുത്തു, ഇനി നിങ്ങൾ ആരെങ്കിലും കൊണ്ട് ഈ ഹൗസ് വിസിറ്റിന് ഇവിടെ വന്നാൽ, റൂം വിസിറ്റിന്, ഞാൻ പബ്ലിക്കായിട്ട് അവരുടെ അടുത്ത് പറയും, യു ആർ എ ഫ്രോഡ്, യു വിൽ ചീറ്റ്, നിങ്ങൾ ഇനി ഇവിടെ ഒരു പ്രോപ്പർട്ടിയും വെക്കാൻ പോണില്ല, ഐ ആം ഗോണ ഷോ യു ദാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളിക്കാം. അങ്ങനെ ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ ഇവർ പ്രോപ്പർട്ടി കൊണ്ട് കാണിക്കാൻ ഒരാളെയും കൊണ്ടുവരിക. അപ്പം ഞാൻ മുകളിൽ നിന്ന് നോക്കുന്ന കണ്ട് ഇവർ പെട്ടെന്ന് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ആയിട്ടങ്ങ് വലിഞ്ഞു മാറിപ്പോയി, ഒരു വണ്ടി കയറി പോകുന്ന കണ്ടു. അങ്ങനെ അവർ വിളിച്ചു, ഞാൻ പറഞ്ഞു ഐ ആം വെയിറ്റിംഗ് ഫോർ യു. പിന്നെ അവരും തിരിച്ച് പിന്നീട് എന്നെ അവരുടെ ടോണും മാറി, അവരും ദേഷിക്കാനൊക്കെ തുടങ്ങി, എൻ്റെ കയ്യിലില്ലാത്ത കാര്യമാണ്, നിങ്ങൾ വേണമെങ്കിൽ ഓണേഴ്സുമായിട്ട് ചെക്ക് ചെയ്യാം. തൻവീർ ലിറ്ററി പറയുകയാണെങ്കിൽ എൻ്റെ പീസ് ഓഫ് മൈൻഡൊക്കെ പോയി. നമ്മൾ ഈ ട്രെയിനിങ്ങിൽ മറ്റേ വലിയ വലിയ വാക്കുകളൊക്കെ പറഞ്ഞിട്ട് വീട്ടിനകത്ത് വരുമ്പോൾ ഞാൻ ആകെ ഫ്രസ്ട്രേറ്റഡായി, ഇറിറ്റേറ്റഡാണ്. ഒരു ദിവസം രാത്രി ഇങ്ങനെ കിടക്കുമ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു, മറിയം നീ ശ്രദ്ധിച്ചോ എന്ന് അറിഞ്ഞൂടാ, കഴിഞ്ഞ ഒരാഴ്ചയായിട്ടേ നമ്മൾ എന്തോരം സംസാരിക്കുകയല്ലേ, എടാ ഈ ഫോണിങ്ങനെ റിങ് ചെയ്യുമ്പോൾ എനിക്കാണെങ്കിൽ ഒത്തിരി കോൾസ് വരും, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഒരു കോളും ഇല്ല, നീ ശ്രദ്ധിച്ചോ നമ്മൾ എന്തൊക്കെ സംസാരിച്ചു, UK പഴയ കഥകൾ പറഞ്ഞു, ഫ്യൂച്ചർ പ്ലാൻ ചെയ്തു. എനിക്ക് തോന്നി ഇതൊരു കോയിൻസിഡൻസ് ആയിരിക്കും, വീട്ടിൽ വന്ന് ആരും വിളിക്കണ്ട, അല്ലെങ്കിൽ പിന്നെ പടച്ചോ നമുക്ക് ഈ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിക്കുമോ, ഇതിൻ്റെ പുറകിലൊരു ഹയറുണ്ട്, ഒരു ബ്ലെസ്സിങ് ഉണ്ട്. ദാറ്റ് ഈസ് പ്രോബബ്ലി ടു ബിൽഡ് ആ റിലേഷൻഷിപ്പ്. നമ്മുടെ റിലേഷൻഷിപ്പ് ഒന്നുകൂടെ നന്നാകാനും നമുക്കൊരു പേഴ്സണൽ ടൈം, ഒരു മീ ടൈം, അതിനു വേണ്ടി ആയിരിക്കാം ഒരു പക്ഷേ നമ്മളിങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൊണ്ടുവന്നത്. എന്നെ ഒരു പ്രോഫറ്റിക് വേഴ്സ് ഉണ്ട്, അജബൻലി അമ്രുൽ മുഅ്മിൻ ഇന്ന അമ്രഹു കുല്ലഹു ലഹു ഖൈർ. ഒരു ആത്മാർത്ഥമായി ദൈവത്തെ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഒരു സാഹചര്യം അയാൾക്ക് പ്രതികൂലമല്ല, അനുകൂലമാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ആ ലേഡിയെ ഞാൻ എന്തോരം ഉപദ്രവിച്ചില്ലേ, കഷ്ടം, എനിക്കാണെങ്കിൽ ഭയങ്കര പ്രയാസമാണ്. ഞാൻ അപ്പോഴേ മൊബൈലെടുത്തിട്ട് അവർ മെസ്സേജ് അയച്ചു, യു നോ വാട്ട്, ഐ എം വെരി സോറി ഫോർ whatever I said. ഞാൻ എന്തൊക്കെ പറഞ്ഞു എന്ന് എനിക്കറിയില്ല, ഐ എം വെരി സോറി, ഞാൻ പറഞ്ഞതൊക്കെ മോശമാണെന്ന് എനിക്കറിയാം, എനിക്ക് തിരിച്ച് എടുക്കാൻ പറ്റാത്ത അത്രയ്ക്കും പ്രയാസം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ഐ എം വെരി സോറി ഫോർ ദാറ്റ് എന്നിട്ടൊരു മെസ്സേജ് അയച്ചു. 2 സെക്കൻഡ് കഴിയുമ്പോൾ ഇവർ കേട്ടു, ബ്ലൂടിക്ക് വീഴുമ്പോൾ അറിയാമല്ലോ, മറുപടിയില്ല. അപ്പോൾ ഇവരെ ആലോചിച്ചെന്താണ്, ഇവനെന്തോ തലയ്ക്ക് വല്ലതും സംഭവിച്ചു, ഇവ എന്താ ഇനി വല്ല പ്ലാനാണോ ഡ്രാമയാണോ ഒന്നും അറിയില്ലല്ലോ. ഇവർ റിപ്ലൈ അയച്ചിട്ടില്ല, എനിക്ക് ഒരു സമാധാനമില്ല, ഇവർ റിപ്ലൈ അയച്ചില്ലല്ലോ. അങ്ങനെ വിളിച്ചു, ഞാൻ പറഞ്ഞു ഹലോ, ഞാൻ ഇന്നലെ മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾ റിപ്ലൈ അയച്ചില്ല, ഞാൻ നിങ്ങൾ നേരിട്ട് വന്ന് കാണണമെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കൊന്ന് ഈ മെസ്സേജ് ഒന്ന് കൺവേ ചെയ്യണം, ഐ ഫോർഗിവ്, ഞാൻ കംപ്ലീറ്റ്ലി ഫോർഗീവ് ചെയ്തു, എനിക്ക് തോന്നുന്നു. അപ്പോൾ അവർ ചോദിച്ചു എന്താ ഇത് ഫിക്സ് ആയോ? ഞാൻ പറഞ്ഞില്ല, ഫിക്സ് ആയില്ല. പിന്നെ ഞാൻ പറഞ്ഞു
മൊബൈൽ നെറ്റ്വർക്ക് ഫിക്സ് ആയില്ല, പക്ഷെ ഞങ്ങളുടെ റിലേഷൻഷിപ്പ് ഫിക്സ് ആയി. ഞാനും മറിയും ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങൾക്ക് കുറേ സമയമുണ്ട്. ഡോണ്ട് വറി, വി ആർ ഓക്കെ വിത്ത് ദിസ്. പക്ഷെ ഒരു വർഷം ഞങ്ങൾ ദാറ്റ്സ് ഓക്കെ. ഞങ്ങളിന്ന് 3ാമത്തെ വർഷമാണ് അവിടെ ആ ഫ്ലാറ്റിൽ. ആ ലേഡിയുടെ പേര് ഞാൻ ഇപ്പോഴും പറയാത്തത് കോൺഫിഡൻഷ്യൽ ആയതുകൊണ്ടല്ല, എനിക്ക് ആ പേര് ഓർമ്മയില്ല. ഐ ഫോർഗെറ്റ് ഹർ. ഫൊർഗീവ്നെസ് എന്ന് പറഞ്ഞാൽ നാവുകൊണ്ട് പറയേണ്ടതല്ല, അത് ഹൃദയം കൊണ്ട് പറഞ്ഞാൽ അത് മറന്നു പോകും നമുക്ക്. എനിക്ക് ആ ലേഡിയുടെ പേര് ഇപ്പോൾ അറിയില്ല, സത്യം അറിയില്ല. പക്ഷെ എൻ്റെ വൈഫ് ഫൊർഗെറ്റ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ ദിവസം ആ പേര് പറയുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. അന്ന് ഞാൻ പറഞ്ഞപ്പോൾ വൈഫ് ആ പേര് പറഞ്ഞു, പക്ഷെ എനിക്ക് ആ പേര് ഓർമ്മയില്ല. സോ ഫൊർഗീവ്നെസ് എന്ന് പറയുമ്പോൾ ഫൊർഗീവ്നെസ് കംസ് വിത്ത് അനദർ എലമെൻറ്റ് കോൾഡ് ഫൊർഗെറ്റ്നെസ്. ഫൊർഗീവും ഫൊർഗെറ്റും കൂടെ ചെയ്യണം. പലരും ഫൊർഗീവ് ചെയ്യാറുണ്ട്, പക്ഷെ ഫൊർഗെറ്റ് ചെയ്യാറില്ല. അപ്പോൾ റിയൽ ഫൊർഗീവ്നെസ് വിൽ കം വിത്ത് എ പാക്കേജ് കോൾഡ് ഫൊർഗെറ്റ്. ആ പാക്കേജ് ഒരുമിച്ച് വരുള്ളൂ. അപ്പം റിയലായിട്ട് സ്പിരിച്വലായിട്ട് ആത്മീയമായി ഹൃദയത്തിൽ തൊട്ടൊരാൾക്ക് പൊരുത്തം കൊടുത്താൽ പിന്നെ നമ്മൾ ആ ഇൻസിഡൻറ്റേ മറക്കും, ആ ആളെ മറന്നു പോകും. അപ്പോൾ അതാണ് അതിൻ്റെ റിയൽ ഫാക്ട്. നോ, ആൻഡ് ഫൊർഗീവ്നെസ് ഈസ് നോട്ട് ഫോർ ദ പേഴ്സൺ ഓപ്പോസിറ്റ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ അയാൾ ഡിസർവ് ചെയ്തിട്ടായിരിക്കില്ല ഞാൻ ഫൊർഗീവ് ചെയ്യുന്നത്. ഫൊർഗീവ്നെസ് ഈസ് നോട്ട് ഫോർ ദ അതർ പേഴ്സൺ, ഫൊർഗീവ്നെസ് ഈസ് ഫോർ യുവർ സെൽഫ്. ഫൊർഗീവ്നെസ് പലപ്പോഴും നമുക്കാണ്. കഴിഞ്ഞ ആദ്യത്തെ ഒരാഴ്ച ഉറങ്ങിയിട്ടില്ല. എൻ്റെ സ്ട്രെസ്സ് കൂടി, എൻ്റെ ബ്ലഡ് പ്രഷർ കൂടി, എൻ്റെ കിഡ്നിയും ലിവറും ഒക്കെ അടിച്ചു പോകുന്ന രീതിയിലുള്ള ഇമോഷണൽ ഡാമേജ് ആയിരുന്നു ഞാൻ എൻ്റെ ശരീരത്ത് ക്രിയേറ്റ് ചെയ്തത് ആ ഒരാഴ്ച. ആർക്ക് പോയി? എനിക്ക് പോയി. ഞാൻ ടെൻഷൻ അടിച്ച്, സ്ട്രെസ് അടിച്ച്, ഓവർ തിങ്ക് ചെയ്ത്, ആൻസൈറ്റിയോടുകൂടി ഞാൻ ഒരാഴ്ച കിടന്നുറങ്ങി. അവർക്ക് ഞാൻ മനസ്സറിഞ്ഞ് ഹൃദയത്തിൽ തൊട്ട് പൊരുത്തം കൊടുത്തതിൻ്റെ അന്ന് രാത്രി ഞാൻ അനുഭവിച്ചൊരു സുഖം ഉറങ്ങാൻ നേരത്ത്. ഞാൻ അനുഭവിച്ച ആ സുഖത്തിൻ്റെ പേരാണ് ഫൊർഗീവ്നെസ്. അപ്പോൾ ഫൊർഗീവ്നെസ് കൊടുക്കുന്ന ആൾക്ക്, അല്ലെങ്കിൽ ഫൊർഗീവ്നെസ് കിട്ടുന്ന ആളുടെ ഔദാര്യമല്ല, അയാളുടെ റൈറ്റും അല്ല, എൻ്റെ റൈറ്റാണ്. എനിക്ക് സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഞാൻ ഫൊർഗീവ് ചെയ്ത് കൊടുക്കണം. സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആണ്. ദ മൊമെൻറ്റ് യു ക്രിയേറ്റ് ഗ്രഡ്ജ് ഇൻസൈഡ് യുവർ സെൽഫ്, നമ്മുടെ ഉള്ളിൽ ഗ്രഡ്ജ് കീപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലെ പല ഓർഗൻസിനെ അത് എഫക്റ്റ് ചെയ്യും. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഹാർട്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ഹൃദയാഘാതം വന്നിട്ട് ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ ആൾക്കാരോട് പറയും കൂടുതൽ പ്രയാസപ്പെടരുതെന്നൊക്കെ. കാര്യം പ്രയാസവും ഹൃദയവുമായിട്ട് കണക്റ്റഡാണ്. നിങ്ങൾ കൂടുതൽ ചിരിക്കരുതെന്ന് പറയും, ഒരുപാട് ഓവർ സന്തോഷിക്കരുതെന്ന് പറയും. കാര്യം ഇമോഷൻസും ഹാർട്ടുമായിട്ട് കണക്റ്റഡാണ്. അപ്പം ഞാൻ ഇമോഷണലി ഒരാളെ കുറിച്ചിട്ട് ഡാമേജിങ് ആയിട്ടുള്ള ഒരു ചിന്ത എൻ്റെ ഹൃദയത്തിൽ വെച്ചാൽ, മനസ്സിൽ വെച്ചാൽ, അത് എൻ്റെ ഫിസിക്കൽ ഹാർട്ടിനെ എഫക്റ്റ് ചെയ്യും. ഈ ഇമോഷൻ നമുക്ക് തന്നെ പണിയാ ഫൊർഗീവ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ആർക്കാ ഫൊർഗീവ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മളെ ഫൊർഗീവ് ചെയ്യണം. ഫൊർഗീവ്നെസ് ഒരു ഹീലിംഗ് ആണ്. അത് പഠിപ്പിക്കേണ്ടടുത്ത് പഠിപ്പിച്ചിട്ടില്ല. വേദം പഠിപ്പിക്കുന്ന പല വിദ്യാലയങ്ങളിലും അത് കൃത്യമായി പഠിപ്പിച്ചിട്ടില്ല. അറിവ് പഠിപ്പിക്കേണ്ട സ്കൂളിൽ പലപ്പോഴും അത് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അത് നമ്മൾ ജീവിതത്തിൽ നിന്ന് പഠിക്കണം. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കുന്നതോടുകൂടി ഞാൻ എൻ്റെ ജീവിതത്തെ, എൻ്റെ ശരീരത്തെ ഞാൻ ഹീൽ ചെയ്യാണ്. ഞാൻ ഏറ്റവും നല്ല വെർഷനിലേക്ക് മാറുന്നത് നമ്മൾ ഫൊർഗീവ് ചെയ്യുമ്പോഴാണ്. ആൻഡ് ഒരു പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഒരു മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചിട്ട് പ്രവാചകൻ പറഞ്ഞു, ഇയാൾ സ്വർഗത്തിലാട്ടോ. അങ്ങനെ പിന്നെ എല്ലാവരും ഇയാളുടെ പുറകെ പോകാൻ തുടങ്ങി. ഇയാൾ ചെയ്യുന്ന കാര്യങ്ങൾ അറിയണമല്ലോ. കാര്യം അയാൾ സ്വർഗത്തിൽ നിന്ന് ഒരു പ്രവാചകൻ പറഞ്ഞാൽ പിന്നെ അയാൾ സ്വർഗത്തിലാണല്ലോ. അപ്പം ഇയാൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തപ്പിങ്ങനെ എല്ലാവരും നടക്കുക. അപ്പോൾ അയാൾ പള്ളിയിൽ വരുന്നുണ്ട്, അയാളുടെ മാതാപിതാക്കളെ നന്നായിട്ട് സംരക്ഷിക്കുന്നു, നല്ല ജോലി ചെയ്യുന്നുണ്ട്, അയാൾ ചാരിറ്റി ചെയ്യുന്നുണ്ട്. ഇതൊക്കെ തന്നെ എല്ലാവരും ചെയ്യുന്നത്. അപ്പം അഡീഷണലായിട്ട് പ്രത്യേകിച്ചിട്ട് ഒരു നല്ല കാര്യം ഇദ്ദേഹം ചെയ്യുന്നില്ല. അങ്ങനെ ഇവരെല്ലാവരും കൺഫ്യൂസ്ഡായി. അങ്ങനെ വീണ്ടും ഇവരെല്ലാവരും ചെന്ന് ഇയാളോട് തന്നെ ചോദിച്ചു, അതെ നിങ്ങളിപ്പോൾ എന്താ ചെയ്യുന്നത് അഡീഷണലായിട്ട്? നമ്മൾ ചെയ്യുന്നതൊക്കെ തന്നെയല്ലോ ചെയ്യുന്നത്, പക്ഷെ നിങ്ങൾ സ്വർഗത്തിൽ പോകുന്നേ പ്രവാചകന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായി ചെയ്യുന്നത്? അഡീഷണലായിട്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം അതെന്തായിരിക്കും? അപ്പോൾ ആൾ പറഞ്ഞു, ഞാനങ്ങനെ അഡീഷണലായിട്ട് ഒന്നും ചെയ്യാറില്ല, നിങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ തന്നെ ഞാനും ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് അന്ന് ആ ദിവസം എൻ്റെ ജീവിതത്തിൽ കടന്നുപോയ എല്ലാവർക്കും ഞാൻ ഫൊർഗീവ്നെസ് കൊടുക്കും.
ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് എല്ലാവർക്കും ഞാൻ പൊരുത്തം കൊടുക്കും. അന്ന് ആ ദിവസം ഞാനുമായിട്ട് കണക്ട് ചെയ്ത് എല്ലാവർക്കും ഞാൻ പൊരുത്തം കൊടുക്കും. ചിലരൊക്കെ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ടാവും, ചിലരെന്നെ എന്നെ പരിഗണിച്ചിട്ടുണ്ടാവില്ല, ചിലരെന്നെ ഉപേക്ഷിച്ചിട്ടുണ്ടാവും. ഇവർക്കാർക്കും ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ വെക്കില്ല. അത് ഞാൻ അപ്പോഴേ ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഫോർഗീവ് ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളൊരു പാഠം, സ്വർഗത്ത് പോകണമെങ്കിൽ നിങ്ങൾക്കൊരു അങ്ങനെ ഒരു ആത്മീയമായ ഒരു ബ്ലിസ് എൻജോയ് ചെയ്യണമെങ്കിൽ, ഈ ഭൂമിയിലും ഇനി വരാൻ പോകുന്ന ഒരു ലോകത്തും നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകണമെങ്കിൽ, ഒരു സീക്രട്ട് ഉറങ്ങുന്നതിന് മുമ്പ് ഞാനൊക്കെ അതിപ്പോഴും പ്രാക്ടീസ് ചെയ്യാറുണ്ട്. പറ്റുമ്പോഴൊക്കെ ഞാൻ എഴുതി വെക്കും, ഇന്ന ആൾ വേദനിപ്പിച്ച അയാൾക്ക് ഫോർഗീവ് ചെയ്തിട്ടുണ്ട്. ഞാൻ എഴുതി തന്നെ അതിനെ ഡോക്യുമെൻ്റ് ചെയ്യും. സോ ദാറ്റ് പിന്നെ ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ഞാൻ ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചേക്കാം. സോ ഫോർഗീവ് ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ റിവാർഡ് അത് ഫോർഗീവറിനാണ്. അത് എൻജോയ് ചെയ്യണം. നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്ന മണിക്കൂറുകളോളം നമുക്ക് വർത്തമാനം പറയാൻ സബ്ജക്റ്റ് ഉണ്ടാവും. ബിഫോർ ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് എനിക്കൊരു ചോദ്യമുള്ളത് സിമ്പിൾ ആൻഡ് ഡയറക്റ്റ് ചോദ്യമാണ്. ഒരുപാട് പേരുടെ ലൈഫ് മാറ്റിയിട്ടുള്ള ഒരാളാണ് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിൽ വെച്ചിട്ട് ഞാൻ ചോദിക്കുകയാണെങ്കിൽ, നമ്മളുടെ ഒരാളുടെ പർപ്പസ് എന്താണ്? ഒരാളുടെ ഇപ്പം ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് കണ്ടെത്താൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. റിയാസ് ഹക്കീം എന്ന് പറയുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു ട്രെയിനറിൻ്റെ, അല്ലെങ്കിൽ ആ ഒരു ആത്മാവിൻ്റെ ഒരു ചിന്തയിൽ ഒരു മനുഷ്യൻ്റെ പർപ്പസ് എന്താ? ഫൈൻഡ് യുവർ പർപ്പസ് എന്ന 1000-ൽ പരം പുസ്തകങ്ങൾ എനിക്ക് തോന്നുന്നു ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മുടെ ലൈഫിൻ്റെ പർപ്പസ് മനസ്സിലാക്കാൻ ഒരുപാട് ആർട്ടിക്കിൾസ് ഉണ്ട്, ഒരുപാട് ഇൻ്റർനെറ്റിൽ ഒരുപാട് കീവേഡ്സ് സെർച്ച് ഉണ്ട്. വാട്ട്സ് മൈ പർപ്പസ്, വാട്ട് ഈസ് മൈ പർപ്പസ്. പക്ഷേ ഇപ്പോഴും പലരുടെയും ലൈഫിൻ്റെ പർപ്പസ് തന്നെ ലൈഫിൻ്റെ പർപ്പസ് കണ്ടുപിടിക്കൽ ലൈഫിൻ്റെ പർപ്പസ് ആക്കി വെച്ചിരിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. അത് അങ്ങനെ ട്രെയിനിങ്ങിന് പോവുക, പുസ്തകങ്ങൾ വായിക്കുക, അറിയാനുള്ള ആ ഒരു ഇൻക്വിസിറ്റീവ്നെസ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ വളരെ സിംപ്ലസ്റ്റ് ഫോർമാറ്റ്, ഞാൻ ഭയങ്കര മടിയനാണ്, അപ്പോൾ ഞാൻ അതിൻ്റെ എപ്പോഴും ഒരു സിംപ്ലസ്റ്റ് ഫോർമാറ്റിലേക്ക് കണ്ടുപിടിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ആത്മീയത എന്ന് പറഞ്ഞ ഒരു കോംപ്ലിക്കേറ്റഡ് വിഷയമാണ്. ഞാൻ സക്സസ്ഫുൾ ആകാനുള്ള ഒരു കാരണം ഞാൻ അതിൻ്റെ ഒരു സിംപ്ലസ്റ്റ് വെർഷൻ കണ്ടുപിടിച്ചുകൊണ്ടാണ്. അപ്പോൾ ഞാൻ അതിനെ ഒരു സിംപ്ലിഫൈഡ് ഫോർമാറ്റിൽ പറഞ്ഞാൽ, ഇപ്പോൾ ഞാനിവിടെ ഇരുന്നിട്ടെ ഇത് ഒരു നല്ല കർമ്മമാണോ അതോ ഒരു മോശം കർമ്മമാണോ? ഞാനിരുന്ന് ഈ വെള്ളം കുടിച്ചത് ഫ്രം എ ഹ്യൂമൻ പെർസ്പെക്റ്റീവ്, നമ്മളൊരു മനുഷ്യൻ്റെ ഒരു ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ ഈ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല, ഒരു നല്ല കാര്യമല്ലേ. എനിക്ക് ദാഹിച്ചപ്പോൾ ഞാനിരുന്ന് വെള്ളം കുടിച്ചു, അത്രയല്ലേ ഉള്ളൂ. ഇതേ സിനാരിയോ, ഇനി സിനാരിയോ ബി, സിനാരിയോ എ കഴിഞ്ഞു, സിനാരിയോ ബി. ഞാനിങ്ങനെ ഇരിക്കുന്നു, തൻവീർ അവിടെ ഇരിക്കുന്നു, ഞാൻ തൻവീറിന് ഈ ഗ്ലാസ്സിൽ ഈ വെള്ളം തൻവീറിന് തന്നു. എനിക്കെന്തോ തൻവീറിന് കൊടുക്കണമെന്ന് തോന്നി, തൻവീർ അത് കുടിക്കുകയും ചെയ്തു, ബാക്കി ഇതേപോലെ വെക്കുകയും ചെയ്തു. ഞാനതെടുത്തിട്ട് ഞാനും കുടിച്ചു. ഇതൊരു മോശം കർമ്മമാണോ നല്ല കർമ്മമാണോ? ഓക്കെ, സിനാരിയോ എ ആൻഡ് സിനാരിയോ ബി. ഇതിൽ ഏറ്റവും നല്ല കർമ്മം, ദ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ഓഫ് ദ ഗുഡ്, best of it, both are good. Scenario A, scenario B are good. Which is the best of the good deed? ഈ രണ്ടിൽ ഏതാണ് ബെസ്റ്റ് ഓഫ് ഗുഡ്? I would say second one. Why? മറ്റൊരാളെയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. മറ്റൊരാളെ പരിഗണിച്ചു, എന്നെ അവഗണിച്ചുമില്ല. അതെ, ട്രൂ അല്ലേ? ജീവിതത്തിൻ്റെ പർപ്പസ് ഇത്രേ ഉള്ളൂ. കൂടെ ഉള്ളവരെ ഇങ്ങനെ പരിഗണിക്കാൻ പറ്റുക, സ്വന്തത്തെ അവഗണിക്കാതെ. അല്ലദീന ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യക്കും അഹ്സന അമലൻ എന്നൊരു വേദപുസ്തകത്തിലെ വരിയുണ്ട്. ഇതേ പുസ്തകത്തിലെ ഈ വരിയെ ആസ്പദമാക്കി ഞാൻ മനസ്സിലാക്കിയപ്പോൾ എല്ലാ വേദപുസ്തകത്തിലും, ഭഗവത്ഗീതയിലും ബൈബിളിലും വിശുദ്ധ ഖുർആനിലും ഇതേ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്ലിയറായിട്ട് എക്സ്പ്ലിസിറ്റ്ലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒരു മനുഷ്യനിലെ ഏറ്റവും നല്ല കർമ്മം ചെയ്യുന്ന മനുഷ്യനെ തിരഞ്ഞെടുക്കാനാണ് മരണവും ജീവിതവും സൃഷ്ടിച്ചത്. ജീവിതവും മരണവും എന്നല്ല പറഞ്ഞ കേട്ടോ, ജീവിതവും മരണവും എന്നല്ല പറഞ്ഞത്, മരണവും ജീവിതവും സൃഷ്ടിച്ചത്. അതായത് മരണം ഉറപ്പാണ്, അത് ആദ്യം പറഞ്ഞത് ഉറപ്പായതുകൊണ്ടാണ്. യു ബിഗിൻ വിത്ത് ദി എൻഡ് ഇൻ മൈൻഡ് എന്ന് പറയും. ഒടുക്കം കണ്ടുവേണം തുടങ്ങാൻ, എന്നാലേ തുടക്കത്തിന് എളുപ്പമുണ്ടാവും. അപ്പം മരണവും ജീവിതവും സൃഷ്ടിച്ചത് നിങ്ങളിലെ ഏറ്റവും നല്ല കർമ്മം ചെയ്യുന്ന മനുഷ്യനെ തിരഞ്ഞെടുക്കാനാണ്. അപ്പോൾ ഏറ്റവും നല്ല കർമ്മം, ശ്രേഷ്ഠമായ കർമ്മം എന്ന് പറഞ്ഞാൽ നല്ലതിലെ ഏറ്റവും ബെസ്റ്റ്.
എല്ലാവരും നല്ലത് ചെയ്യും. അതിൽ ഏറ്റവും ബെസ്റ്റ് ചെയ്യുന്ന ഒരാളെ തിരഞ്ഞെടുക്കാനാണ് ഈ ഭൂമിയിലേക്ക് എന്നെ വിട്ടത്. അപ്പോൾ അതെന്തിലൂടെ എന്നുള്ളതാണ് നമ്മുടെ പാഷൻ. അതാണ് പർപ്പസും പാഷനും. അത് ഇപ്പോൾ റേഡിയോയിലൂടെ ആയിരിക്കും നിങ്ങൾ ചുറ്റുമുള്ള മനുഷ്യരിലെ ഏറ്റവും നല്ല കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ, അല്ലേ? നമ്മുടെ എഡ്യൂടൈൻമെൻ്റ് അല്ലേ, നമ്മുടെ റേഡിയോയുടെ ഒരു വിഷൻ തന്നെ എഡ്യൂടൈൻമെൻ്റ് ആണ്. വെറുതെ എൻ്റർടൈൻ ചെയ്യാനല്ല, അതിനകത്ത് ഏറ്റവും നല്ല വാല്യൂസ് കൊടുത്തുകൊണ്ട് അവരെ എൻ്റർടൈൻ ചെയ്യുക. അപ്പോൾ നിങ്ങളൊരു പർപ്പസിലാണ്. അപ്പം മറ്റുള്ളവർ ചെയ്യാത്ത ഏതോ ഒരു ശ്രേഷ്ഠമായ കർമ്മം ഞാൻ ചെയ്ത് മനുഷ്യൻ്റെ ജീവിതത്തെ ഇടങ്ങേറായി നിൽക്കുന്ന മനുഷ്യരെ ചേർത്ത് പിടിച്ച് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി മാറുന്ന ഈ പ്രോസസ്സിൻ്റെ പേരാണ് പർപ്പസ്. അതിനൊരു മതവുമില്ല, അതിന് ഒരു ജാതിയില്ല, അതിനൊന്നേ ഉള്ളൂ, മനുഷ്യത്വമാണ്. അപ്പോൾ ഏറ്റവും നല്ല മനുഷ്യനായി മാറാൻ മറ്റുള്ള മനുഷ്യനെ ചേർത്ത് പിടിച്ച് മുമ്പോട്ട് പോകുന്ന യാത്രയാണ് നമ്മുടെ ലൈഫിൻ്റെ പർപ്പസ്. അത് എങ്ങനെ എന്ന ചോദ്യമാണ് നമ്മുടെ പാഷനിലൂടെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. എന്നിട്ടത് പ്രൊഫഷനുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് പീക്ക് പെർഫോമൻസ് കിട്ടുന്നത്. അതിലൂടെയാണ് നമ്മൾ പ്രോഫിറ്റബിൾ ആകുന്നത്. എല്ലാം ആണ്. ഒന്ന് പർപ്പസ്, ഏറ്റവും നല്ല മനുഷ്യനാകാനായി മറ്റുള്ളവരെ എനിക്ക് എങ്ങനെ സഹായിക്കാൻ സാധിക്കും, അതിന് പറ്റിയൊരു ടൂള്. അതെൻ്റെ പാഷനുമായിട്ട് ഞാൻ കണക്ട് ചെയ്യുമ്പോൾ എൻ്റെ ഒരു പ്രൊഫഷൻ കിട്ടും. ആ പ്രൊഫഷനിൽ ഈ പർപ്പസിൽ നമ്മൾ നിന്നാൽ നമുക്ക് പീക്ക് പെർഫോമൻസിലേക്ക് എത്താൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ പ്രോഫിറ്റബിളായി മാറുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ്. നല്ല മനുഷ്യനാകാനായിട്ട് ഭയങ്കര പാടാണ്. ദൈവം തന്നെ കോമ്പറ്റീഷനാക്കി വിട്ടേക്കുക. എളുപ്പമല്ലത്. അതാണ് നമ്മുടെ മത്സരം ഇവിടെ. നമ്മൾ മത്സരിക്കുന്ന നല്ല ഡോക്ടറാവാൻ, നല്ല എഞ്ചിനീയർ ആവാൻ, നല്ല ആർജെ ആകാൻ, നല്ല ട്രെയിനറാകാൻ. ഇതൊക്കെ മാറ്റിയിട്ട് ദൈവത്തിനൊന്നും വേണ്ട. നമ്മുടെ ലൈഫിൻ്റെ പർപ്പസ് നല്ല മനുഷ്യനായിട്ട് ഇതൊക്കെ ആയാൽ ഒരുപാട് മനുഷ്യന്മാർക്ക് ഉപകാരപ്പെടും. ബ്യൂട്ടിഫുൾ. എന്തായാലും നല്ല മനുഷ്യനാകാൻ വേണ്ടി ഒരുപാട് പേര് ഇനിയും ട്രെയിൻ ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു തൻവീർ. താങ്ക് യു.